ഇന്ന് രാവിലെ തുടങ്ങിയുള്ള ഒരു വീഡിയോ ആയിട്ട് വന്നിട്ടുള്ളത്. അപ്പൊ അയില കിട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പോ നോമ്പ് തുറന്നിട്ട് രാത്രി ചോറ് കഴിക്കുന്ന ഒരു ആഗ്രഹം വന്ന്, അപ്പൊ മീൻകറി ഉണ്ടാക്ക. പിന്നെ ഷഫ്ന നമ്മുടെ ഉമ്മർത്ത് തന്നെയുള്ള ചീരയും വാഴക്കുടപ്പനൊക്കെ എടുത്തിട്ടുണ്ട്. അത് ഉപ്പേരി ഉണ്ടാക്കാന്ന് പറഞ്ഞ് ചീരയും ചെമ്മീനും പിന്നെ കൊടപ്പൻ പരിപ്പിട്ട് അങ്ങനെ രണ്ട് ഉപ്പേരി ഉണ്ടാക്കാം എന്ന് പറഞ്ഞു. അപ്പോ ഇന്ന് തേങ്ങ അരച്ച് കറി വെക്കാന്ന് വെച്ച്. ഇവിടെ പാലൊഴിച്ച കറീനെ എല്ലാവർക്കും ഇഷ്ടം. പക്ഷെ ഇന്ന് എനിക്ക് തേങ്ങ അടിച്ച് പിഴിയാനുള്ള മടി കൊണ്ട് തേങ്ങയും മുളകും മഞ്ഞളും പിന്നെ തക്കാളിയും കൂടി അരച്ചിട്ട് കറി വെക്കാന്ന് വിചാരിച്ച്. അപ്പൊ അതെല്ലാം അരച്ചു കൊണ്ടുവന്നത് ഉള്ളിയൊക്കെ മൂത്ത് വന്നപ്പോ അത് പാകത്തിനുള്ള വെള്ളം ചേർത്ത് അരപ്പ് തിളച്ച് വരുമ്പോൾ മീൻ ഇട്ടാൽ മതിയല്ല. അപ്പൊ അത് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പൊ നിഹാലിന് ഇന്ന് എക്സാം ഇല്ല. അപ്പൊ ഞങ്ങളുടെ അടുത്ത് തന്നെ ഉണ്ട്. വീഡിയോ എടുത്തു തരുന്നത് അവന്. അപ്പൊ ഇതൊക്കെയാണ് വിശേഷങ്ങള് ഞങ്ങളുടെ. അപ്പൊ മീൻ്റെ അരപ്പ് തിളച്ച് വന്നപ്പോ മീൻ ഇടുന്നുണ്ട്. 3 അയില കിട്ടിയത്, വലിയ അയിലായിരുന്നു. അപ്പോ 3 അയിലയുടെ വാലും 2 വേറെ കഷ്ണവും അതിന്റെ കരളൊക്കെ ഉണ്ടല്ലോ അതൊക്കെ കൂടെ വറക്കാൻ വെച്ചിട്ടുണ്ട്. തക്കാളി, പച്ചത്തക്കാളി നമ്മുടെ വീട്ടിലാണ്. അപ്പൊ മീൻ വറുത്ത് ഉപ്പേരി ഉണ്ടാക്കി വെച്ചാൽ പിന്നെ ചോറിന്റെ കറികളൊക്കെ റെഡി ആയിട്ടുണ്ട്. റെഡി ആവുമല്ലോ. പിന്നെ ബാക്കി കാര്യങ്ങൾ ചെയ്താൽ മതി. നോമ്പറക്കാനുള്ള ജ്യൂസും മറ്റേ ഐറ്റംസുകളൊക്കെ ഉണ്ടാക്കിയാൽ മതി. അപ്പൊ ഇന്ന് ഞങ്ങൾ ജ്യൂസിന് പകരം ഫ്രൂട്ട് സലാഡ് പോലെ തന്നെ, എന്നാ അതാണോ അതല്ല അങ്ങനെയുള്ള ഇതിലാണ് ഞങ്ങൾ ഇന്ന് ഉണ്ടാക്കാൻ പോണത്. അപ്പൊ അതിന് ക്യാരറ്റ് വേണം. ക്യാരറ്റ് പുഴുങ്ങി വെച്ചിട്ടുണ്ട്. അപ്പൊ ഇവിടെ കറി റെഡി ആയിക്കൊണ്ടിരിക്കുന്നു. മീൻ വറക്കുന്നുണ്ട്. ഇനി ഉപ്പേരി കൂടി ഉണ്ടാക്കിയാല് ചോറിന്റെ കറികൾ റെഡി ആയിട്ടുണ്ട്. റെഡിയാവും. അതിനുശേഷം ജ്യൂസ് അടിക്കാനുള്ളതൊക്കെ ചെയ്യാന്ന് വിചാരിച്ചിരിക്കുന്നു. നിങ്ങൾ ഇങ്ങനെയൊക്കെയാണോ രാവിലെ തുടങ്ങുമോ പണികള്? അപ്പൊ കൊടപ്പന് ഉപ്പേരിക്ക് വേണ്ടിയിട്ട് ഉള്ളി ചതച്ചിട്ടുണ്ട്. ഉള്ളി മൂത്ത് വരുമ്പോ മുളക് വേപ്പില ഇട്ടാല് നമുക്കത് ശരിയാക്കി എടുക്കാം. ഇന്ന് വേപ്പില ഇവിടെ ഇല്ല. വേപ്പില തീർന്നു പോയി. അപ്പൊ ഇവിടെ കൊടപ്പൻ ചിക്കിയതും മീൻ വറുത്തതും മീൻ കറിയും റെഡി ആയിട്ടുണ്ട്. ഇനി ജ്യൂസിന് പാല് കുറച്ച് തണുപ്പിച്ചതുണ്ട്. ബാക്കി കൂടി തിളപ്പിച്ചിട്ടുണ്ട്. അപ്പൊ ക്യാരറ്റ് ചെറുതായി കഷ്ണിച്ച് പുഴുങ്ങിയത് ഇട്ടിട്ടുണ്ട് മിക്സിയിലെ ജാറിലേക്ക്. പിന്നെ നമ്മൾ മിൽക്ക് മേഡാണ് ഒഴിക്കുന്നത് ക്യാരറ്റിന്റെ ഒപ്പം. പിന്നെ കുറച്ച് പാലും കൂടെ ഒഴിച്ചിട്ട് നമുക്കിത് അടിച്ചെടുക്കാം. അതിന് ശേഷമാണ് നമ്മൾ ബാക്കിയുള്ള സംഭവങ്ങളൊക്കെ ഇടുന്നത്. അപ്പൊ ക്യാരറ്റ് അടിച്ചിട്ടുണ്ട്. അപ്പൊ നമ്മളെ വീട്ടിലുള്ള എല്ലാ വീട്ടിലുള്ള ഫ്രൂട്ട്സ് ഒക്കെ ഇട്ടിട്ടുണ്ട്. ആപ്പിൾ ഉണ്ട്, പഴമുണ്ട്, മുന്തിരികളുണ്ട്. 2 സൈസ് ഉണ്ട്. പച്ചയുണ്ട്, വയലറ്റും ഉണ്ട്. പിന്നെ അനാറുണ്ട്. ഇതെല്ലാം ചേർത്ത് പിന്നെ നമ്മൾ ഇതിന്റെ ഒപ്പം തന്നെ അണ്ടിപ്പരിപ്പും ബദാമും കൂടെ കുറച്ച് ചേർക്കുന്നുണ്ട്. പിന്നെ കസ്കസും ഇട്ട് പാല് ആവശ്യത്തിനുള്ള ചേർത്ത് നമ്മൾ ഭയങ്കര കട്ടിയായിട്ടല്ല എടുക്കണേ. ഇച്ചിരി ലൂസിലാണ് നമ്മുടെ ചെയ്യുന്നത്. അപ്പൊ നിങ്ങൾ ഇതുപോലെ ഉണ്ടാക്കി നോക്കണം. നമുക്ക് ജ്യൂസിന്റെ ആവശ്യം വേണ്ടി വരില്ല. ഫ്രൂട്ട്സ് ചെത്തി വെക്കേണ്ട കാര്യവും ഇല്ല. പിന്നെ അത്രയ്ക്കും ഫ്രൂട്ട്സിന്റെയും ഇതിന്റെയും ഇതൊരു ഗ്ലാസ് കുടിച്ചു കഴിഞ്ഞാൽ നമുക്ക് തൃപ്തിയാവും. അപ്പൊ കസ്കസും കൂടെ ചേർക്കുന്നുണ്ട്. അപ്പൊ നമ്മുടെ ജ്യൂസിന്റെ ഐറ്റംസ് ഒക്കെ ഇട്ട് കഴിഞ്ഞ് റെഡി ആയിട്ടുണ്ട്. അപ്പൊ ഇങ്ങനെയായിരിക്കും. ഇതിന് കുറച്ചുകൂടെ പാല് ചേർക്കണം. ഇത് വല്ലാണ്ട് കട്ടിയായിട്ടുണ്ട്. അപ്പൊ കുറച്ച് പാലും കൂടെ ഒഴിച്ച് കുറച്ച് ലൂസാക്കി എടുത്താൽ മതി. അപ്പൊ എല്ലാവർക്കും ഇഷ്ടാവും. പിന്നെ നമുക്ക് ക്യാരറ്റിന്റെ ഒരു പച്ചമണം പോലത്തെ അതൊന്നുമില്ല. ഐസ് ക്യൂബും കൂടെ ഇടണം കേട്ടോ, എന്നാലേ കൂടുതൽ ടേസ്റ്റ് ഉണ്ടാവുള്ളൂ. അപ്പൊ നിങ്ങൾ ഇതുപോലെ ചെയ്ത് നോക്കണം. ചെയ്ത് നോക്കിയിട്ട് ഇഷ്ടപ്പെട്ട കമന്റ് ചെയ്യാം. അപ്പൊ ഇത് കഴിഞ്ഞതിന് ശേഷമാണ് ഞങ്ങള് രാത്രികൾക്ക് പിന്നെ ചായക്ക് ഇശാ നമസ്കാരം കഴിഞ്ഞിട്ട് ചായക്കായിട്ട് പുട്ടും ചിക്കൻ കറിയും ഉണ്ടാക്കാന്ന് വെച്ചിട്ടുണ്ട്. അത് അടുപ്പത്ത് ഉണ്ട് രണ്ടും. അപ്പൊ ചിക്കൻ കറിയും പുട്ടും നല്ല കോമ്പിനേഷനാണ്. നിങ്ങൾ ഇങ്ങനത്തെ കടികളൊക്കെ ഉണ്ടാക്കാറുണ്ടോ? പിന്നെ അനിയൻ ജീരകക്കഞ്ഞി കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു പള്ളിയിൽ നിന്ന്. അപ്പൊ അതെല്ലാം കഴിഞ്ഞ് ഞങ്ങൾ നോമ്പ് തുറക്കാനിരുന്ന്. റൗഫില്ല, ഉപ്പയും ഇല്ല. ഉപ്പയും കടയിൽ പോയിരിക്കുന്നു. ഞാനും ഷഫ്നയും പിള്ളേര് മാത്രമേ ഉള്ളൂ. അപ്പൊ ഞങ്ങള് ജ്യൂസും വെള്ളവും പിന്നെ ഇറച്ചിപ്പത്തിരിയും
ചെറിയ സവാള വട ഞങ്ങൾ പുറത്തുനിന്ന് വാങ്ങിച്ചിട്ടുണ്ട്. അതുകൊണ്ട് ഞങ്ങൾക്ക് നോമ്പ് തുറക്കാനായിട്ട് വേറെ കടികളൊന്നും ഉണ്ടാക്കിയില്ലെന്ന്. അപ്പൊ ഉപ്പ ഇപ്പൊ വന്നിട്ടുണ്ട് പുറത്ത്. അപ്പൊ ആളും കൂടെ ഞങ്ങളോടൊപ്പം നോമ്പ് തുറക്കായിരുന്നു. പള്ളിയിൽ നിന്ന് പോയില്ല. അവിടെ ഒരുപാട് ഇറച്ചിയും പത്തിരിയും കുറെ സാധനങ്ങളുണ്ട് കഴിക്കാൻ. കഴിച്ചാൽ കൂടിപ്പോകും, ഷുഗർ ഉള്ളതല്ലേ, അതുകൊണ്ട് ഇങ്ങോട്ട് പോകുന്നു പറഞ്ഞു. ഇവിടെ ആകുമ്പോ ഒരു ക്രമത്തിനെ കഴിക്കുള്ളൂ, അല്ലെങ്കിൽ അവരിട്ട് കൊടുക്കണേ നമ്മ കഴിക്കണ്ടേ. അപ്പൊ അതാണ് അങ്ങനെയാണ് പറഞ്ഞത് എന്നോട് ഞാൻ ചോദിച്ചപ്പോ. അപ്പൊ ഇതൊക്കെയാണ് ഞങ്ങളെ വിശേഷങ്ങള്. നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. ഇതുപോലുള്ള വീഡിയോകള് നിങ്ങൾ കാണാൻ, ഞങ്ങളെ വീഡിയോകൾ കാണാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ കമന്റ് ചെയ്യുക. ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ അതും കമന്റ് ചെയ്യുക. എന്തെങ്കിലും തെറ്റുകൾ കുറ്റങ്ങളൊക്കെ ഉണ്ടെങ്കിൽ എനിക്ക് അത്ര അറിവുള്ള ആളൊന്നല്ല ഇതിനെപ്പറ്റി. അപ്പൊ ഞങ്ങൾക്ക് ചക്കയും കൂടെ ഉണ്ട് കേട്ടോ നോമ്പറക്കാൻ. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. മറ്റൊരു വീഡിയോ ആയിട്ട് വരാം ഇൻഷാ അള്ളാ.